إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് നിർബന്ധമാണെന്നും പ്രവാചകനെ സ്നേഹിക്കാത്തവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, ആ സ്നേഹം എങ്ങനെയായിരിക്കണം, അതേപോലെ സഹാബ കിറാമുകൾ പ്രവാചകനെ സ്നേഹിച്ചതിൻ്റെ ചില ചരിത്ര സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരാശി
അവർക്ക് യഥാർത്ഥത്തിൽ സിറാത്തുൽ മുസ്തഖീം, സ്വർഗത്തിലേക്കുള്ള വിജയപാത കാണിച്ചു നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച ആദം അലൈഹിസ്സലാമിൽ നിന്ന് തുടങ്ങിയ പ്രവാചക പരമ്പര, ആ ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണ്, ഖാത്തമുൻ നബിയാണ് യഥാർത്ഥത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ പ്രവാചകൻ ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഈ ദഅവത്ത്, നമുക്കൊക്കെ ഈ ദീൻ എത്തിച്ചു തരാൻ വലിയ ത്യാഗങ്ങൾ പ്രവാചകൻ സഹിച്ചു. മക്കയിലും മദീനയിലുമായി ഈ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കാൻ 23 വർഷക്കാലത്തെ പ്രവാചകന്റെ സാഹസികമായ പ്രവാചകന്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്റെ ജീവിതം. എന്തുകൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് അള്ളാഹു ഏൽപ്പിച്ച ഈ മഹാദൗത്യത്തെ, വലിയ ദൗത്യത്തെ, ഇസ്ലാം എന്ന ഈ ഏറ്റവും മഹനീയമായ ആശയത്തെ, ഒരു മനുഷ്യന് മോക്ഷം ലഭിക്കണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഇസ്ലാമിനെ എത്തിച്ചു തരാൻ വേണ്ടിയാണ്. ഈ സമൂഹം പരലോകത്ത് രക്ഷപ്പെടണം എന്ന ചിന്ത മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ആ പ്രവാചകന് ഏറെ സ്നേഹമായിരുന്നു തന്റെ അനുയായികളോട് എന്ന് ഹദീസിൽ കാണാം. പ്രവാചകൻ കണ്ടിട്ടില്ലാത്ത പിൽക്കാലത്ത് വരുന്ന നമ്മളെയൊക്കെ പ്രവാചകൻ സ്നേഹിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. ആ പിൽക്കാലത്ത് വരുന്ന വിശ്വാസികളോട് പ്രവാചകൻ സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സ്നേഹം? എങ്ങനെയാണ്? നരകത്തിലേക്ക് അടുക്കുന്ന വിശ്വാസികളെ ആ സ്വർഗത്തിന്റെ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച ആ പ്രവാചകനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ സ്നേഹത്തിന്റെ കേവലം സ്നേഹമുണ്ട് എന്ന വാദമല്ല, നമ്മുടെ സംസാരമല്ല സ്നേഹത്തിന്റെ ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ എന്തെങ്കിലും പ്രവാചകൻ പഠിപ്പിക്കാത്ത രീതികളിലൂടെയുള്ള പ്രകടനങ്ങളല്ല പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം. മറിച്ച് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകനോടുള്ള ചില ബാധ്യതകൾ നമുക്ക് എണ്ണിപ്പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അൽ ഈമാനു അസ്വാദിഖു ബിഹി, പ്രവാചകനിലുള്ള സത്യസന്ധമായ വിശ്വാസമാണ്. ഇപ്പൊ പ്രവാചകൻ സത്യസന്ധവും പൂർണ്ണമായിരിക്കണം നമ്മുടെ ഷഹാദത്ത്, പ്രവാചകനിലുള്ള വിശ്വാസം. സൂറത്തു തഗാബുനിന്റെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, വറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകരിലും നിങ്ങൾ വിശ്വസിക്കുക, വന്നൂരില്ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അവതരിപ്പിച്ച പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അതിസൂക്ഷ്മമായി നിഗൂഢമായി അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതാണ് നമുക്ക് ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. അൽ ഈമാനു അസ്വാദിഖു ബിഹി, പ്രവാചകനിൽ ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. ഒരു പോയിന്റിലും പ്രവാചകന്റെ പ്രവാചകത്വത്തിലും ഒരു തരി നമുക്ക് അവിശ്വസിക്കാൻ പാടില്ല, സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റൊരായത്തിൽ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുന്നത് ആ സ്നേഹം എങ്ങനെയായിരിക്കും? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വ ആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് എന്ത് തരും? യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന് 2 ഓഹരി നിങ്ങൾക്ക് അവൻ നൽകുന്നതാണ്. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, എന്നിട്ടോ ആ ഒരു പ്രകാശം അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരുമ്പോൾ ആ പ്രകാശം അതുകൊണ്ട് നിങ്ങൾ ശരിയായ പാതയിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാം. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രവാചകനിൽ സത്യസന്ധമായി വിശ്വസിക്കുക. ആ റസൂലിൽ വിശ്വസിക്കാത്തവർ കാഫിറുകളാണ്, അവർ നരകത്തിൽ കടക്കുമെന്നാണ്. പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സംശയം ഉണ്ടായാൽ നമ്മുടെ ഈമാനിനെയാണ് അത് ഏൽക്കുന്നത്. പ്രവാചകന്റെ ഇന്ന് ആധുനിക സമൂഹത്തിൽ ഇസ്ലാം വിമർശകർ പ്രവാചകന്റെ ജീവിതത്തെ
എല്ലാം അടിമുടി പരിശോധിച്ച് അവിടെ ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ ഇഞ്ചക്ട് ചെയ്യാണ്. പ്രവാചകന്റെ വിവാഹത്തെ പറ്റി സംശയങ്ങൾ ഉണ്ടാക്കുന്നു. പ്രവാചകന്റെ യുദ്ധങ്ങൾ, പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെടുത്ത് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നു. അതിനെല്ലാം ഇസ്ലാമിൽ കൃത്യമായ മറുപടികളുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. അതല്ലാതെ പ്രവാചകനിൽ ഒരു സംശയം നമ്മൾ ഉണ്ടായാൽ നമ്മുടെ ഈമാനിനെയാണ് അത് ബാധിക്കുന്നത്. വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും ആരവിശ്വസിച്ചുവോ വിശ്വസിച്ചിട്ടില്ലയോ ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ, അവരെ കാഫിർ എന്നാണ് വിളിച്ചത്. അവിശ്വാസികളാണവർ, കാഫിറുകളാണ്. അവർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് നാം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോ പ്രവാചകനെ പറ്റി ഖബറിൽ ചോദ്യമുണ്ട്. ആർക്കാണ് ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുക? സത്യസന്ധമായി പ്രവാചകനെ വിശ്വസിച്ചവർക്കാണ്. നമുക്കറിയാം, മലക്കുകൾ ഖബറിൽ, ബർസഖിയായ ജീവിതത്തിൽ ഖബറിൽ നമ്മൾ വെച്ചത് മുതൽ അവിടെ ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ വ്യത്യസ്ത ചോദ്യങ്ങളിൽ റബ്ബിനെ പറ്റിയുള്ള ചോദ്യമുണ്ട്. അതിലൊരു ചോദ്യം എന്താ? പ്രവാചകനെ പറ്റിയാണ് ചോദ്യം. അവിടെ റസൂലുള്ളാനെ കാണിച്ചു തരും. അവിടെ ഇതാരാണെന്ന് ചോദിക്കും. അതെല്ലാവർക്കും പറയാൻ കഴിയുമോ? ഇല്ല. പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് പകർത്തുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് പറയാൻ പറ്റുന്നത് ഇത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ പ്രവാചകന്റെ ജീവിതം ഉണ്ടാകണം. ആ സുന്നത്തുകൾ അനുധാവനം ചെയ്യണം. റസൂലുള്ളാന്റെ അടുക്കലേക്ക് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ കൊണ്ടുവന്നൊരു സംഭവം ഹദീസിലുണ്ട്. അങ്ങനെ ആ അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടി അവൾ മുഅ്മിനത്താണോ എന്ന് പരിശോധിക്കാൻ പ്രവാചകൻ ചില ചോദ്യങ്ങൾ നടത്തി. ഫഖാല ലഹ, അവളോട് പ്രവാചകൻ ചോദിച്ചു അയ്നല്ലാ, ഒന്നാമത്തെ ചോദ്യം അള്ളാഹു എവിടെയാണ്? അപ്പൊ അതിന്റെ ഉത്തരം എന്താ? അള്ളാഹു എല്ലായിടത്തും എന്നാണോ? അദ്വൈതവാദമാണ്. എല്ലായിടത്തും, തൂണിലും തുരമ്പിലും എല്ലായിടത്തും അള്ളാഹു അല്ല. അഹ്ലുസുന്നയുടെ കൃത്യമായി ഖുർആനും ഹദീസും വെച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ച അള്ളാഹു എവിടെയാണ്? ഫിസ് സമാ, അള്ളാഹു ദാത്തിയായി ആകാശ ലോകത്താണ്, അവൻ അർശിലാണ്. ഖാല, രണ്ടാമത്തെ പ്രവാചകന്റെ ചോദ്യം മൻ അന, ഞാൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം അതാണ്. ഈ പെണ്ണ് മുഅ്മിനത്താണോ എന്ന പരിശോധനയായിരുന്നു. അപ്പോ ഖാലത്ത്, അവൾ പറഞ്ഞു അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനത്തൻ, അവളെ നീ മോചിപ്പിക്കുക, കാരണം അവൾ വിശ്വാസിനിയാണ്, അവൾ മുഅ്മിനത്താണ്. രണ്ട് ചോദ്യമാണ് പ്രവാചകൻ ചോദിച്ചത്. അതിലൊന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതാണ് റസൂലുള്ളാഹിനോട് നമുക്കുള്ള ബാധ്യതയിൽ രണ്ടാമത്തത് ത്വാഅതുഹു ഫീമാ അമറ എന്ന് പറഞ്ഞാൽ പ്രവാചക കൽപ്പനകളെ അനുസരിക്കുക എന്നതാണ്. ഏത് കൽപ്പനയാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തു ബന്ധത്തിനും ഒക്കെ നമ്മളെ പുതിയ കാലത്തെ ട്രെൻഡിനും ഫാഷനും അനുസരിച്ചല്ല ഇതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യത്തെ ഉൾക്കൊള്ളുക എന്നതല്ല, മറിച്ച് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, 30 കൊല്ലമായി ഞാൻ കേട്ടിട്ടില്ല, അത് ന്യായമല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, അതൊന്നും ന്യായം. പ്രവാചകൻ ഒരു കൽപ്പന വന്നു, അത് പ്രവാചകന്റെ കൽപ്പനയാണെങ്കിൽ അത് പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു. സൂറത്തു അൻഫാലിലെ 20, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അത്വീഉല്ലാഹ വ റസൂലഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. അതിന്റെ കൂടെ ചേർത്തിയാണ് പറഞ്ഞത് അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വലാ തവല്ലൗ അൻഹു വ അൻതും തസ്മഊൻ, അതിനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു കളയരുത്. അപ്പോൾ പ്രവാചകനെ പൂർണ്ണമായി അനുസരിക്കണം. റസൂലിനെ അനുസരിച്ചാൽ ലഭിക്കുന്നത് എന്താണ്? സ്വർഗമാണ്. അള്ളാന്റെ റസൂലിനെ അനുസരിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വർഗാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ യുദ്ഖിൽഹു ജന്നാത്തിൻ, അവരെ സ്വർഗ പൂന്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗത്തോപ്പുകളുടെ പ്രത്യേകത എന്താണ്? അതിന്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതന്മാരാണ്. വദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വമ്പിച്ച വിജയം. അപ്പൊ ഈ വമ്പിച്ച വിജയം എങ്ങനെ കിട്ടും? അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം. അനുസരണക്കേടുണ്ടാകരുത് പ്രവാചക കൽപ്പനയിൽ. മറ്റൊന്നെന്താണ്? അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചാൽ കിട്ടണം അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിക്കുക വഴിയാണ്
ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുക. സൂറത്തു ആലി ഇമ്രാൻ 31-ാമത്തെ ആയത്ത് എന്താ? കുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ ഫോളോ ചെയ്യുക, ഇത്തിബാ ചെയ്യുക. യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹ് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്താൽ, പിൻപറ്റിയാൽ അള്ളാഹു പിൻപറ്റുന്നവനെ ഇഷ്ടപ്പെടുന്നതാണ്. എന്നിട്ടോ അള്ളാഹിന്റെ ഇഷ്ടം മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹ് പാപം പൊറുക്കുന്നവനും റഹീമുമാണ്. എത്ര ആയത്തുകളിലാണ് ഇത് പറഞ്ഞത്. വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗം എന്താണ്? അള്ളാഹിന്റെ റസൂലിലുള്ള വിശ്വാസമാണ്, അവൻ അനുസരിക്കുക എന്നുള്ളതാണ്. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ഓ വിശ്വാസികളെ, നിങ്ങളെ നരകത്തിൽ നിന്ന്, വേദനാജനകമായ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ പറ്റി അറിയിച്ചു തരട്ടെ. കച്ചവടം എന്ന പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. എന്തിനെ പറ്റി? ഒരു ബിസിനസിനെ പറ്റി. ആ ബിസിനസിന്റെ ലാഭം എന്താണ്? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ള ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിന്റെ മുതൽ മുടക്ക് എന്താ? തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. 2 വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്നതാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നതാണ്. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് ഇതാണ്. എത്ര ആയത്തുകളാണ്. എന്നിട്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ സൂറത്തു സഫിന്റെ ആ 12-ാമത്തെ ആയത്തിൽ എണ്ണി. എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, ഈ മുതലുകൾ മുടക്കിയാൽ നമുക്ക് കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം എന്താ? കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കച്ചവടം ഓർമ്മ വരും. പക്ഷെ ഇവിടുത്തെ കച്ചവടം എന്താ? അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുക, അള്ളാഹിന്റെ ദീനീ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇടപെടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താ? ഗുണങ്ങൾ എന്താ? പ്രോഫിറ്റ് എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗങ്ങളിൽ സമാധാനത്തിന്റെ ഭവനങ്ങൾ, വിശിഷ്ടമായ താമസ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും. ദാലിക്കൽ ഫൗസുൽ അദീം, ഇതാണ് വമ്പിച്ച വിജയം. ഈ വിജയത്തിന് കാരണമാകുന്നതാണ് അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക. അപ്പോ കൽപ്പനകളെ അനുസരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹിന്റെ റസൂൽ ഏത് കൽപ്പനയെയും നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അവിടെ അള്ളാഹിന്റെ റസൂലിന് അനുസരണക്കേട് കാണിച്ചാലോ? സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്ത്, അതേപോലെ സൂറത്തു നിസായിലെ 14-ാമത്തെ ആയത്തിൽ ഇതിലൊക്കെ അള്ളാഹു അത് പറയുന്നുണ്ട്. വമൻ യഅസില്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയും, അനുസരണയുടെ ഓപ്പോസിറ്റ് ആണ് ധിക്കാരം. ധിക്കരിക്കുക, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുകയും വയതഅദ്ദ ഹുദൂദഹു, അതേപോലെ അള്ളാഹു വെച്ച നിയമപരിധികളെ ആരെങ്കിലും ലംഘിക്കുകയും ചെയ്താൽ യുദ്ഖിലുഹു നാറൻ ഖാലിദൻ ഫീഹാ, അവനെ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. എന്നിട്ടോ ഖാലിദൻ ഫീഹാ, അതിൽ അവൻ ശാശ്വതനായിരിക്കും. വലഹു അദാബുൻ മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയായിരിക്കും. ഇനിയോ ഈ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. 63-ാമത്തെ ആയത്തിൽ എന്താ? ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അതായത് ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നവർ, കൽപ്പനക്കെതിര് പ്രവർത്തിക്കുന്നവർ, തങ്ങൾക്ക് വല്ല ആപത്തും വന്ന് ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ. ഫല്യഹ്ദർ, അവർ സൂക്ഷിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അനുസരണയാണ് വേണ്ടത്. അനുസരണക്കേട് ഒരിക്കലും ഉണ്ടാവരുത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസിൽ, മൻ അത്വാഅനി, ആര് എന്നെ അനുസരിച്ചുവോ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. കാരണം റസൂലുള്ളാഹിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കലാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ വഹ്യു തന്നെയാണ് പ്രവാചകന്റെ ഹദീസുകൾ. നമ്മൾ ഖുർആൻ ഓതുന്നു, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹിന്റെ വഹിയാണ്. ഒരു മതവിധിയുടെ സ്ഥാനം എന്താണ്? ഖുർആനിലില്ല.
ആ മതവിധി ഹദീസിലാണുള്ളത്. അത് ഹദീസ് നമുക്ക് അള്ളാഹു പ്രവാചകനിലൂടെ ഇറക്കിയ വഹിയാണ്. പ്രമാണം എന്ന നിലക്ക് തത്തുല്യമാണ് രണ്ടും. പക്ഷെ നമ്മൾ ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ് എന്ന് പറയുന്നു. അതിലേതെങ്കിലും ഒരു വിധി വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയിലൂടെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ മൻ അത്വാഅനി ഫഖദ് അത്വാ അല്ലാഹ് വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്. എന്നെ ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചു, അവൻ അള്ളാനെയാണ് ധിക്കരിച്ചിരിക്കുന്നത്. വമൻ ഫഖദ് അസല്ലാഹ്, അവൻ അള്ളാനെ ധിക്കരിച്ചു എന്നാണ്. അപ്പൊ കൽപ്പനകൾ അനുസരിക്കാത്തവർ പ്രവാചകനോട് വിമുഖത കാണിച്ചവരാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്നോട് വിമുഖത കാണിച്ചവർ ഒഴികെ എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നോട് വിമുഖത കാണിച്ചവർ ഒഴികെ എല്ലാവരും സ്വർഗത്തിൽ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, വമൻ യഅബ, ആരാണ് ഈ വിസമ്മതിച്ചവര്? നബി പറഞ്ഞെന്താ? മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ, ധിക്കരിച്ചവൻ, ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനോട് നമ്മളൊരു പക്ഷെ നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നൂല, അള്ളാഹിന്റെ റസൂൽ ധിക്കരിച്ചു എന്ന് തോന്നില്ല. പക്ഷെ കൽപ്പനകളെ കാറ്റിൽ പറത്തുക എന്നത്, അനുസരിക്കാത്തവർ പ്രവാചകനോട് വിമുഖത കാണിച്ചവനാണ്, അനുസരണക്കേട് കാണിച്ചവനാണ്. ഇപ്പൊ സഹാബികൾ അതിലൊക്കെ എത്ര ശ്രദ്ധ കാണിച്ചു. ഇബ്നു ഉമർ എന്ന സഹാബി, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന സഹാബി, അദ്ദേഹത്തെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ മുത്തബിഉസ് സുന്ന എന്നാണ് അറിയപ്പെടുന്നത്. പ്രവാചകന്റെ ഐച്ഛികമായ വിഷയങ്ങൾ പോലും അദ്ദേഹം പകർത്തി എന്നാണ്. പ്രവാചകൻ ഒരു വഴിയിലൂടെ പോകുമ്പോൾ പ്രവാചകൻ തിരിച്ചു വന്നാൽ പ്രവാചകൻ പോയടത്തം വരെ പോയി തിരിച്ചു വന്നിരുന്നു. അത്രമേൽ പ്രവാചകന്റെ ചലനങ്ങൾ അങ്ങനെ പിന്തുടരുന്ന സ്വഹാബാ കിറാമുകൾ, മുത്തബിഉസ് സുന്ന എന്നറിയപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എത്രയെത്ര വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ വന്നിട്ടുള്ള കൽപ്പനകൾ, ഇതിനെല്ലാം സ്വഹാബ വനിതകളും സ്വഹാബാ കിറാമുകളും എങ്ങനെയാണ് സ്വീകരിച്ചത്? ഹിജാബിന്റെ ആയത്തിറങ്ങി അത് അറിയിക്കപ്പെട്ടപ്പോൾ അവിടെ സന്നിഹിതരായ സ്ത്രീകൾ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി അവരുടെ ഹിജാബുകൾ ധരിച്ചു, തലകൾ മറച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ശരീരം അവർ പരമാവധി എങ്ങനെയാണ് പ്രദർശിപ്പിക്കുക എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ അങ്ങനെ പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചകളെ ഹറാമുകളിലേക്ക് തിരിച്ചുവിടുന്ന വേഷവിധാനങ്ങളാണ് പലപ്പോഴും ഈ ഉമ്മത്തിലെ സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വഹാബാ കിറാമിന്റെ ഇതെന്താ? ഒരു നിയമം ഇറങ്ങിയാൽ അത് അപ്പോൾ പാലിക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു എന്നാണ്. ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട്, അത് അപ്പോൾ തന്നെ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് എന്നറിയുമ്പോൾ പ്രവാചകൻ വേർപിരിയാൻ പറയുമ്പോൾ വേർപിരിയാൻ തയ്യാറാകുന്നു. ഇത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഒഴിവാക്കാൻ തയ്യാറാകുന്നു. ഇത് പാലിക്കണമെന്ന് പറയുമ്പോൾ പാലിക്കാൻ തയ്യാറാകുന്നു. അവരുടെ മനസ്സുകൾക്ക് അത് സങ്കടപ്പെട്ടാലും പ്രവാചകന്റെ ഒരു നിർദ്ദേശമാണോ, ദീനിന്റെ കൽപ്പനയാണോ, അത് പാലിക്കാൻ അവർ തയ്യാറായി എന്നതാണ് പ്രവാചകന് സഹാബികൾ കാണിച്ച അവരുടെ അനുസരണത്തിന്റെ തെളിവുകളാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അദ്ദേഹം പറഞ്ഞ വാക്കുകളെ എല്ലാം സത്യപ്പെടുത്തലാണ്. കാരണം പ്രവാചകൻ ഒരു പൊള്ളുപോലും, ഒരു കളവ് പോലും പ്രവാചകന്റെ വായിൽ നിന്ന് വന്നില്ല. പ്രവാചകൻ സംസാരിച്ചതെല്ലാം വഹിയാണ്. സൂറത്തുൻ നജ്മ് 3-4 ആയത്ത് എന്താ? വമാ യന്തിഖു അനിൽ ഹവാ. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുകയില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവാചകനെ സത്യപ്പെടുത്തണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, പ്രവാചകന്റെ അനുയായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടാൻ കാരണം തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അവിടുന്ന് അറിയിച്ചതെല്ലാം, കൊണ്ടുവന്നതെല്ലാം, വാക്കുകളെല്ലാം അദ്ദേഹം സത്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലതൊന്നും നമുക്ക് കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് തെളിഞ്ഞ സംഗതികളല്ല, ഈമാൻ കാര്യങ്ങളാണ്, വിശ്വാസ കാര്യങ്ങളാണ്. അതിൽ പ്രവാചകൻ പറഞ്ഞു എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്താ അങ്ങനെ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റാന്ന് ചോദിച്ചാല്, മുസ്ലിമീനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂല് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഖുർആനിലുണ്ട്. അപ്പൊ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അന്ത്യനാളുമായി ബന്ധപ്പെട്ട നമ്മുടെ ബർസഖിയായ ജീവിതവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം
നമുക്ക് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നു, അതിനെ നമ്മൾ സത്യപ്പെടുത്തുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ എല്ലാ വാക്കുകളെയും നമ്മൾ സത്യപ്പെടുത്തുക. ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ബാധ്യത. ഒന്ന് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിൽ അടിയുറച്ച് വിശ്വസിക്കുക, ഒരു നിലക്കുള്ള സംശയങ്ങളുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുക എന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ അവിടുന്ന് കൊണ്ടുവന്ന കൽപ്പനകളെ എല്ലാം പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ്. മൂന്നാമത്തത് അവിടുന്ന് പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി സത്യപ്പെടുത്തുക എന്നതാണ്. ഈ അർത്ഥത്തിൽ പ്രവാചകനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകനോടുള്ള കടമകളിൽ നാലാമത്തെ കാര്യം, രണ്ടാമത് നമ്മൾ പറഞ്ഞത് കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. പിന്നെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ നമ്മൾ സത്യപ്പെടുത്തുക. നാലാമത്തത് ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ, പ്രവാചകൻ വിരോധിച്ചതായ കാര്യങ്ങൾ, ഇന്ന കാര്യം പാടില്ല, ആ വിരോധിച്ചവയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതും പ്രവാചകനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അതൊരു പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല? പ്രവാചകൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ ഒരു നിലപാട് എന്താണ്? പ്രവാചകനോടുള്ള സ്നേഹമാണ്. അപ്പോ വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു, സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ ആയത്താണ്. എന്താ? വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഫഖുദൂഹു, അതിനെ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. വമാ നഹാക്കും അൻഹു, ഏതൊന്നിനെ തൊട്ടാണോ നിങ്ങളെ അവൻ വിരോധിച്ചത്, അള്ളാഹിന്റെ റസൂൽ നിങ്ങളെ വിരോധിച്ചത്, ഫൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. ഇതും പ്രവാചക സ്നേഹമാണ്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ള മറ്റൊരു ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടു, റസൂൽ പറഞ്ഞത്, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ, ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചത് എന്തോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. അതേപോലെ വമാ അമർതുകും ബിഹി ഫഫഅലൂ മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങൾക്ക് എന്താണോ കൽപ്പിച്ചത് അവ സാധ്യമാവുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ പ്രവർത്തിക്കുക. അപ്പൊ ഏതു കാര്യമാണെങ്കിലും അത് നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യം. ഇപ്പൊ പുരുഷന്റെ വസ്ത്രം എവിടെ ധരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞെരിയാണിക്കു താഴെ ഇറങ്ങുന്ന വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്. മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങുന്ന വസ്ത്രം അത് നരകത്തിലാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഹദീസുകളിലെ പ്രയോഗങ്ങൾ. അപ്പോ അത് പ്രവാചകന്റെ ഒരു വിരോധമാണ്. അതാണ് ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ എന്ന് പറയുന്നത്. പ്രവാചകൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുകളിലാണ് ധരിക്കേണ്ടത്. പ്രവാചകന്റെ അധ്യാപനം നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ, അപ്പൊ അതിശക്തമായി ഹദീസുകളിൽ വിരോധിച്ചൊരു കാര്യമാണ്. പക്ഷേ പലരും ബിസിനസ്സിനു വേണ്ടി, വീടിനു വേണ്ടി, വണ്ടി എടുക്കാൻ, മൊബൈൽ എടുക്കാൻ, ലോണ് അടവിന് എന്ത് ചെയ്യുന്നു? വണ്ടി എടുക്കുന്നു. അപ്പൊ എല്ലാം അടച്ചു തീർക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ എമൗണ്ട് കൂടും. അതെന്താ? പലിശയാണ്. പലിശയുടെ ഗൗരവം എത്രയാണ്? ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും നിരവധി ഹദീസുകളിൽ ഖുർആനിലും അതിന്റെ വിരോധങ്ങൾ വന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് പ്രവാചക സ്നേഹത്തിനെതിരാണ്. അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള അത്തരം ഒറ്റപ്പെടലുകളും സ്പർശനങ്ങളും ഒക്കെ പ്രവാചകൻ അതിശക്തമായി വ്യഭിചാരത്തിന്റെ വാതിലുകൾ അടച്ചപ്പോൾ വലാ തഖറബു സിന, സിനയുടെ അടുത്തുപോലും നിങ്ങൾ സമീപിച്ചു പോകരുത്. അപ്പോൾ അതിന്റെ മാർഗങ്ങളും ഹറാമാണ്. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന വഴികളും എന്താണ്? ഹറാം. അപ്പൊ അങ്ങനെയുള്ള നോട്ടങ്ങൾ, അങ്ങനെയുള്ള സ്പർശനങ്ങൾ, അങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ എല്ലാം. അപ്പൊ സ്പർശിക്കുന്നതിനെ പറ്റി നബി എന്താ പറഞ്ഞത്?
അവൻ അതിലും നല്ലത് അവന്റെ തലയിൽ ഒരു ആണിയെടുത്ത് ആണിങ്ങനെ ചുറ്റികൊണ്ട് അടിച്ചു കയറ്റുന്നതാണ്. ആ സ്പർശിക്കുന്ന തനിക്ക് അനുവാദമില്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ അവന് നല്ലത്. അപ്പൊ പ്രവാചകന്റെ ഒരു വിരോധം ആ ഹദീസിലുണ്ട്. ഒരു സ്ത്രീ അന്യായമായി സ്പർശിക്കാൻ പാടില്ല. അപ്പൊ ഇത് പ്രവാചകന്റെ വിരോധം നിലനിൽക്കുകയാണ്. അപ്പൊ ഈ അത്തരം നിഷിദ്ധമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് നമുക്ക് പ്രവാചകനോടുള്ള ആ സ്നേഹത്തിന് കടമകളുടെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾ ശരീരം വെളിവാക്കി നടക്കൽ, അതേപോലെ സുഗന്ധം പൂശൽ, ഇതൊക്കെ പ്രവാചകൻ, ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സ്വർണ്ണമോതിരം വലിച്ചെറിഞ്ഞ സംഭവം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. ആ സ്വഹാബി എന്താണ് ചെയ്തത്? അത് എടുക്കാൻ തയ്യാറാകാത്തത് പ്രവാചകൻ ഒരു കാര്യത്തെ വിരോധിച്ചു. എന്താണ്? പുരുഷന് സ്വർണം ധരിക്കുക എന്നത് ഹറാമാണ്. അപ്പൊ ആ ഹറാം എന്ന പ്രവാചകന്റെ ആ വിരോധത്തെ പൂർണ്ണമായും അനുസരിക്കുകയാണ്. അപ്പൊ ഇന്ന് വരെ അദ്ദേഹം കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ പ്രവാചകനാണ് പറഞ്ഞത്. അതിനെപ്പറ്റി ഇനി ഒരു ഗവേഷണം നടത്തേണ്ടതില്ല. ഇനി അതല്ലെങ്കിൽ പ്രവാചകൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് എങ്ങനെയാണ് അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഏറ്റവും ഓപ്പണായിട്ട് ചിന്തിച്ചാൽ നബി അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെന്തില്ല, നമുക്ക് സംസാരമില്ല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായം പിന്നെ അവിടെ ഇല്ല, പിന്നെ ഒരു വർത്താനില്ല അവിടെ ആ കാര്യത്തില്. അവസാനത്തെ പോയിന്റ്, അഞ്ചാമത്തെ ബാധ്യതയായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം പ്രവാചകൻ മതനിയമമാക്കി പഠിപ്പിച്ച രൂപത്തിൽ മാത്രം അള്ളാഹനെ ആരാധിക്കലാണ്. അപ്പൊ ആരാധനകൾ പഠിപ്പിക്കപ്പെട്ട പോലെ മാത്രമേ പാടുള്ളൂ. നമുക്കത് പഠിപ്പിച്ചു തന്നത് റസൂലുള്ളയാണ്. 23 കൊല്ലക്കാലം കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചല്ലാത്ത ഒരു ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകനോടുള്ള കടമയാണ്. റസൂല് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ആരാധനകൾ തള്ളപ്പെടേണ്ടതാണ്. അതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയാ, മുഹ്ദസാത്ത് എന്ന് പറയാ. നമ്മള് ഖുതുബയുടെ ഹംദും സ്വലാത്തും കഴിയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ഇന്ന അസ്ദഖൽ ഹദീസി കിതാബുല്ലാഹ് വഹ്സനുൽ ഹദീ ഹദീ മുഹമ്മദിൻ വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം പൊതുനിർമ്മിതികളായ കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതായ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ്. അപ്പൊ ബിദ്അത്തിന്റെ പുതുനിർമ്മിതിയുടെ അവസാനം എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ്. അപ്പൊ റസൂല് പഠിപ്പിക്കണം, ഏതൊരു കാര്യവും ഇബാദത്തായി നമ്മൾ ചെയ്യണമെങ്കിൽ അത് റസൂലുള്ള പഠിപ്പിച്ചിരിക്കണം. അതിനാണ് നമ്മൾ ഇത്തിബാ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശറഇൽ അനുവദിക്കപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും കിട്ടണം. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന നോമ്പ്, പല റസൂലുള്ള പഠിപ്പിക്കാത്ത ചില നോമ്പുകൾ, മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ, അതേപോലെയുള്ള രാവുകൾ, പ്രത്യേകമായ ആരാധനകൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പേരിൽ അത് നല്ലതല്ലേ എന്നാണ് പറയുന്നത്. ഫാത്തിഹയാണ്, സ്വലാത്താണ്. സ്വലാത്ത് നല്ലതാണെന്നും ഫാത്തിഹ നല്ലതാണെന്നും നമുക്കൊക്കെ അറിയാം. പക്ഷെ അവിടെ ഒരു പ്രത്യേക സമയവും പ്രത്യേക എണ്ണവും നിശ്ചയിച്ച് ഒരു ആരാധന ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കിയാലോ പിന്നെ ദീനിന് എന്താണ് പ്രസക്തി ഉണ്ടാവുക? അപ്പൊ അള്ളാന്റെ റസൂല് ദീനായി പഠിപ്പിച്ചത് മാത്രമാണ്. അതാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത്, അവിടുന്ന് എന്താണോ ദീനായി പഠിപ്പിച്ചത് അത് മാത്രമേ ഇന്നും ദീനാവുകയുള്ളൂ. അവിടുന്ന് അന്ന് എന്ത് ദീനല്ലയോ അത് ഇന്നും ദീനല്ല. അതാണ് ഇസ്ലാമിന്റെ അസ്ല്. അതുകൊണ്ട് തന്നെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കൽപ്പനയിൽ മതത്തിലില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചു, ഒരാൾ ഈ കൽപ്പനയിൽ ഒന്നുമില്ല, വഹീൽ എവിടെയില്ല, ഒരു കാര്യം ഒരാൾ പ്രവർത്തിച്ചു, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പലപ്പോഴും ആഘോഷങ്ങൾ നടക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങൾ വരുന്നു. നമ്മൾ പ്രവാചക സ്നേഹത്തിന് എതിരാണോ? ഒരിക്കലുമല്ല. നമ്മൾ പറഞ്ഞു ഇതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗങ്ങളാണ്. വിശ്വാസം, പ്രവാചകന്റെ അടിയുറച്ച് വിശ്വസിക്കുക, അവിടുത്തെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക, അതേപോലെ അവിടുത്തെ വാക്കുകളെ സത്യപ്പെടുത്തുക, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ ദീൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുക, അവിടുത്തെ സുന്നത്തുകളെ പിൻപറ്റുക, ഇതൊക്കെ പ്രവാചക സ്നേഹമാണ്. ഇതൊക്കെ ചെയ്യുന്നവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇത് പ്രവാചക സുന്നത്തിലില്ല.
സഹാബ കിറാമുകളായിരുന്നു ആദ്യം ചെയ്യുക. 70 അമ്പുകൾ ഏറ്റുവാങ്ങിയ ത്വൽഹത്തുവിന് ഉബൈദില്ല ചെയ്യാത്ത പ്രവാചക സ്നേഹം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചക ജീവിതം പഠിച്ച് അവിടുത്തെ സുന്നത്തുകളെ പ്രയോഗവൽക്കരിക്കുകയും അവിടുന്ന് ഹറാം എന്ന് പറഞ്ഞ കാര്യത്തിൽ അടുക്കാതിരിക്കുകയും ചെയ്യലാണ് പ്രവാചക സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രവാചക സ്നേഹത്തിലൂടെയാണ് മുസ്ലിമീങ്ങൾ സഞ്ചരിക്കേണ്ടത്. ആ പ്രവാചക സ്നേഹത്തിലൂടെയാണ് ഈ ഉമ്മത്തിലെ മുഅ്മിനീങ്ങൾ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മസ്ജിദിൽ വെച്ച് മറ്റന്നാൾ 16-ാം തീയതി ഞായറാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം സമയം തീരും മുമ്പ് ലക്ഷ്യം നേടുക എന്ന വിഷയത്തിൽ യാസർ മദനി പകര ഒരു വൈജ്ഞാനികമായ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അതിൽ കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, ആ ഒരു സംഗമത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എല്ലാം അയക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 27-ാം തീയതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ സഹോദരങ്ങളുണ്ട്. നമ്മുടെ പെരിങ്ങത്തൂരിലുള്ള ഒരു സഹോദരൻ, ആദർശ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്ററിലാണ്. നേരത്തെ പ്രസവിച്ചു പോയി. അതിൻ്റെതായ പ്രയാസങ്ങളിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ഇപ്പോഴും NICUവിൽ തന്നെയാണ്. അല്ലാഹു ആ കുട്ടിക്ക് പൂർണ്ണമായി ശിഫ ആഫിയത്ത് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ എല്ലാവർക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انا نسالك الجنه اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.